ഈ വീഡിയോയിൽ നാം ഏവരും ജീവിതത്തിൻ്റെ വിവിധ അവസ്ഥകളിൽ കാലഘട്ടത്തിൽ മറ്റാരോടും ചോദിച്ചില്ല എങ്കിൽ പോലും നമ്മോട് തന്നെ ചോദിച്ച ഒരു ചോദ്യം, അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാനുള്ള ഒരു ലളിതമായ സംരംഭം അല്ലെങ്കിൽ ശ്രമം മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചോദ്യം മറ്റൊന്നുമല്ല, എന്തുകൊണ്ടാണ് മനുഷ്യർ ദൈവത്തെ നിരാകരിക്കുന്നതിൽ ഇത്രമാത്രം താല്പര്യം കാണിക്കുന്നത്? അങ്ങനെ നിരാകരിക്കുന്നത് ഏതാണ്ട് വലിയൊരു നേട്ടമാണ്, അല്ലെങ്കിൽ അവർ തങ്ങളോട് തന്നെ ചെയ്യുന്ന നീതിയാണ്, അല്ലെങ്കിൽ അത് ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എന്ന വിധത്തിൽ ഈ ഒരു കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് എന്ന ചിന്ത പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മളും അപ്രകാരമായിത്തീരണമോ എന്ന് നാം പരിഗണിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ നടന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അത് എൻ്റെ യുവത്വത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ അനുഭവത്തിൽ കൂടെ ഈ സംഭവത്തെ ഒന്ന് പരിചയപ്പെടുവാനും ദീർഘകാല ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അത് പുനഃപരിശോധിപ്പാനും ഇപ്പോഴിടയാകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു, ആശ്വസിക്കുന്നു. അതിൽ കൂടെ പ്രാപിക്കുന്ന ചില ഉൾക്കാഴ്ചകളെ അവരുമായി പങ്കിടുവാൻ സാധിക്കുന്നതിൽ ഞാൻ സംതൃപ്തനാണ്. മനുഷ്യർ ദൈവമില്ല എന്ന് ഇത്ര ഉറപ്പോടുകൂടെ, ആവേശത്തോടുകൂടെ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞേ തീരൂ എന്ന നിർബന്ധ ബുദ്ധിയോടെ അവതരിപ്പിക്കുന്ന എന്തുകൊണ്ടാണ്? മഹാത്മാഗാന്ധിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നൊരു പുസ്തകമാണ് ജോസഫ് മസ്സീനിയുടെ പുസ്തകം ദ ഡ്യൂട്ടീസ് ഓഫ് മാൻ എന്ന പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്ന ഒരാശയം, ദൈവം ഇല്ല എന്ന് ശഠിക്കുന്നവർ, അവർ ഒന്നുകിൽ അവരുടെ ജീവിതത്തിലെ ഏതോ അടക്കാനാവാത്ത ദുഃഖത്തോട് മല്ലടിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഞെട്ടിപ്പ് വരുത്തിയിട്ടുള്ള ഏതോ കുറ്റകൃത്യത്തെ ഒളിച്ചു വെക്കാൻ തത്രപ്പെടുന്നവരായിരിക്കും എന്നാണ്. ഇതെൻ്റെ അഭിപ്രായമേ അല്ല. ഇത് ജോസഫ് മസ്സീനിയുടെ, ഇറ്റാലിയൻ എഴുത്തുകാരനായ ജോസഫ് മസ്സീനിയുടെ മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 16 പുസ്തകങ്ങളിൽ ഒന്നായിരുന്ന മനുഷ്യൻ്റെ ചുമതലകൾ എന്താണ്, ദ ഡ്യൂട്ടീസ് ഓഫ് മാൻ എന്ന പുസ്തകത്തിലെ ആശയമാണ് ഞാനൊന്ന് ഈ സമയത്തൊന്ന് ഓർത്തെടുത്തത്. ഇനിയും 14 സങ്കീർത്തനം നമുക്ക് പരിചയമുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗത്ത് 1-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ഈ മൂഢൻ എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്ന് യേശു പറയുന്നുണ്ട്. നിങ്ങൾ ആരെയും മൂഢൻ എന്ന് വിളിക്കരുത്. അങ്ങനെ മൂഢൻ എന്ന് വിളിക്കുന്നവൻ നരക അഗ്നിക്ക് അർഹനായിത്തീരും. അത്രമാത്രം ഗൗരവമേറിയൊരു വിഷയമാണ്, പൊറുക്കാനാവാത്തൊരു അപരാധമാണ്. സഹസൃഷ്ടിയെ, സഹജീവികളെ, മനുഷ്യരെ ആരെയെങ്കിലും മൂഢൻ എന്ന പദം കൊണ്ട് അഭിസംബോധന ചെയ്യും. നിങ്ങളാരെയും മൂഢൻ എന്ന് വിളിക്കരുത്, നിങ്ങൾ കോപാഗ്നിക്ക് അർഹരായിത്തീരും. എന്നിട്ടും ഇതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. യേശു ഒരു ഉപമയിൽ കൂടെ മൂഢൻ ആരാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, വളരെ സുപരിചിതമാണ്. മൂഢനായ ധനവാൻ്റെ ഉപമ. ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നേ വിളവ് നൽകി, അത് അവൻ്റെ പഴയ ധാന്യപ്പുരയിലൊന്നും കൊള്ളാത്ത വിധത്തിൽ വലുതായതുകൊണ്ട് അവൻ അതൊക്കെ പൊളിച്ച് പുതിയ ധാന്യപ്പുരയുണ്ടാക്കി അതെല്ലാം കൂട്ടിവെച്ചിട്ട് പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അന്ന് രാത്രി അവൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി. അവൻ കൂട്ടിവെച്ചതൊക്കെ എന്തിനായി തീർന്നു എന്ന ഒരു ഉപമ. അവൻ മൂഢനായിരുന്നു എന്ന ആ ഒരു സങ്കല്പം. അപ്പോൾ ആരെയും മൂഢനെന്ന് വിളിക്കരുത്, പക്ഷേ മൗഢ്യം എന്നത് ഈ ലോകത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ഇതും യേശുവിൻ്റെ ചിന്താഗതിക്ക്
സൗന്ദര്യം കൂട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തിനും ഒരു മറുവശമുണ്ട്. മൂഢനെന്ന് ആരെയും വിളിക്കരുത്, എങ്കിലും ഈ ലോകത്തിൽ മൂഢത്തരമുണ്ട്, മൗഢ്യമുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ആരെയും മൂഢനെന്ന് വിളിക്കരുത്, അതൊരു കടമയാണ്. അതേസമയം തന്നെ മൗഢ്യം നിലനിൽക്കുന്ന ഒരു ലോകത്തിലാണ് നാം വസിക്കേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവരെ മൂഢനെന്ന് വിളിക്കുന്നതിലല്ല, ഈ മൗഢ്യത്തിലേക്ക് നാം ആയിത്തീരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം മൂഢനെന്ന് ആരെയും വിളിക്കരുത്, കാരണം ഈ ലോകത്തിൽ മൗഢ്യമില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ അസംബന്ധം പറയുന്നൊരു വ്യക്തിയല്ല യേശുവെന്ന് അറിയാൻ വയ്യാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായി വിശദീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇനി ഈ ഒരു അവസ്ഥ, ദൈവമില്ല എന്ന മൗഢ്യത്തിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ്? അത് ഇനി അടുത്തയിടെ ചെയ്ത ഒരു വീഡിയോയിൽ കൂടെ വെളിപ്പെടുത്തിയ, ജീവിതത്തിൽ ആദ്യമായി വെളിപ്പെടുത്തിയ ഒരു ആത്മീയമായ അറിവിൻ്റെ തുടർന്നുള്ള അന്വേഷണം അല്ലെങ്കിൽ ചിന്തകൾ, അതുമായി മാത്രം ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കുവാൻ ഈ സമയത്ത് ശ്രമിക്കുകയാണ്. കാനായിലെ കല്യാണത്തിന് യേശു സന്നിഹിതനായിരുന്നപ്പോൾ അവിടെ വീഞ്ഞ് തീർന്നു പോയി. ന്യായമായും അവിടെ വലിയ അങ്കലാപ്പുണ്ടായി, വലിയ നാണക്കേടാണ്, ഒരു അപശകുനമാണ്. യഹൂദ സംസ്കാരത്തിൽ വീഞ്ഞിന് കൊടുത്തിരിക്കുന്ന കാൽപ്പനികമായ പ്രാധാന്യത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും വെളിച്ചത്തിൽ പരിഗണിക്കുമ്പോൾ ഇത് വളരെ അപകട സൂചകമായ ദുശകുനം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ മാതാവ് ആ കുടുംബത്തോടുള്ള ആർദ്രതയിൽ അവൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, അവർക്ക് വീഞ്ഞ് തീർന്നു പോയി, അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നു. ഇല്ല. അപ്പോൾ യേശു പറയുന്നു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അത് പലരും അതർഹിക്കാത്ത വിധത്തിലാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കാത്ത വിധത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് യേശു തൻ്റെ മാതാവിനോടുള്ള ബഹുമാനം ത്തിൻ്റെ കുറവ് സൂചിപ്പിക്കുന്ന പരാമർശമാണോ? അല്ല, അത് യേശു സ്ത്രീയെ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്നൊക്കെ പറഞ്ഞതിനെ വളച്ചൊടിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ യേശു പറയുന്നത് രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. നീ ലോകത്തിൽ ഇപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്തിരിക്കുന്ന സാഹചര്യ സമ്മർദ്ദങ്ങളെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു അവസ്ഥയെ പരിഗണിക്കുന്നു. അവർക്ക് ഇന്നതില്ല. എന്നാൽ ഞാൻ അപ്രകാരമുള്ളൊരു വ്യക്തിയല്ല. ദൈവികമായ വെളിച്ചം എന്നിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ലോക യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യൻ്റെ വിവിധമായ അനുഭവങ്ങളെയും ദൈവികമായ വെളിച്ചത്തിൽ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഈ സാഹചര്യത്തെ കാണുന്നത് അവർക്ക് ഇന്നതില്ല എന്ന വിധത്തിലല്ല, അവർക്ക് ഇന്നതുണ്ട് എന്ന വിധത്തിലാണ്. കാരണം അങ്ങനെ ഇന്നതുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇന്നതില്ല എന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രാവർത്തികമായ സത്യം. ഇതല്ലാതെ മറ്റ് യാതൊരു സത്യവുമില്ല. നമ്മൾക്ക് ഇന്നതില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിശ്ചയമായും ദൈവം നീതിമാനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. ഞാനിങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെ ഭൗതികമായ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഇന്നതില്ല എന്ന് നമുക്ക് തോന്നുമ്പോഴും അവിടെ ചിലതൊക്കെ ഉണ്ടായിരുന്നു എന്നത് കുറഞ്ഞ പക്ഷം ഇപ്പോൾ നാം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നതില്ല എന്ന ആ ദുരവസ്ഥയെ വളരെ പ്രത്യാശയോടും ആത്മധൈര്യത്തോടും അഭിമുഖീകരിക്കാൻ നമുക്ക് അവകാശമുള്ളതിൻ്റെ കാര്യം ഇപ്രകാരമുള്ള വേറിട്ട ഒരു കാഴ്ചപ്പാട് ആത്മീയതയിൽ കൂടെ നമുക്ക് പ്രാപിപ്പാൻ ഇടയാകുന്നു എന്നതുകൊണ്ടാണ്. ചെറുപ്പകാലത്ത് പലതുമില്ലായിരുന്നു, പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നുവെന്ന് അന്ന് എനിക്ക് ഇപ്രകാരമുള്ള വിചിന്തനത്തിനുള്ള കഴിവില്ലായിരുന്നു. പക്ഷേ എൻ്റെ മജ്ജയിലും മാംസത്തിലും സ്ഥിതി ചെയ്തിരുന്ന ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. എനിക്ക് സാമ്പത്തികമായ കഴിവില്ല, സാമൂഹ്യമായ വലിയ അഭിമാനത്തിന് ഒരു വകയുമില്ല. ഞാൻ സാമൂഹ്യമായ പട്ടിണിയിലാണ് വളർന്നത്. അപ്പം ഞാൻ വളർന്ന സമൂഹത്തിൻ്റെ പുച്ഛം അനുദിനം
ആ കൈപ്പേറിയ അനുഭവം മാത്രം ഭക്ഷിച്ചാണ് ഞാൻ വളർന്നത്. അതിനാരും സംശയിക്കേണ്ട. എന്നെപ്പോലെ സാമൂഹ്യമായ അപമാനം പിറവി കൊണ്ട് ഏറ്റുവാങ്ങിയ അനേകരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷെ ആ സമയത്തൊക്കെയും ഇന്നതില്ലായിരുന്നു എന്ന് ചിന്തിക്കാൻ മാത്രം സമൂഹം എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇന്നതുണ്ട് എന്ന് ചിന്തിക്കുവാൻ സർവശക്തനായ ദൈവം, നീതിയുള്ള ദൈവം, മാറ്റമില്ലാത്ത നീതി നടപ്പാക്കുന്ന ദൈവം എനിക്ക് ഒരു കൃപ നൽകി എന്നത് ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളിൽ അഗ്രഗണ്യമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഒന്നുമില്ലായ്മയുടെ മധ്യത്തിൽ ഒരു കാര്യമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതെന്താണ്? എൻ്റെ ഉള്ളിൽ ഒരു നിധി നീതിമാനായ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ മിടുക്കായിരുന്നില്ല, അതെൻ്റെ അമ്മയുടെ മാഹാത്മ്യമായിരുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ ഞാൻ ദൈവതുല്യമായ ബഹുമാനത്തോടെ ഇന്നും ഓർക്കുന്നത്. ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ വെളിപ്പെടുത്തിയതുപോലെ ഒരു ദിവസം ഞാൻ മാനസികമായി പിഞ്ചു ബാലനാണ്. എനിക്കന്ന് കൂടിപ്പോയാൽ 7-8 വയസ്സ് മാത്രം പ്രായം. ഞാൻ മാനസികമായി ഇവിടെ തകർന്നിരുന്നൊരു സാഹചര്യത്തിൽ അത് തിരിച്ചറിഞ്ഞ എൻ്റെ അമ്മ, എൻ്റെ മനസ്സിൽ അല്പം ചാഞ്ചല്യം വന്നാൽ അപ്പോൾ അത് ആത്മാവിൽ തിരിച്ചറിയുന്ന ഒരു മാതാവിനെയാണ് ദൈവം എനിക്ക് നൽകിയത്. ഞാൻ അന്ന് ഒരു വരാന്ത തെക്കേ മൂലയ്ക്ക് ഏകനായിരുന്ന് ഞാൻ കരയണോ കരയാതിരിക്കണമോ, എപ്രകാരം കണ്ണുനീര് കടിച്ചമർത്താം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇടത് കൈ എൻ്റെ തോളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്, അത് കാലം അത് തെളിയിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ ഇന്നതുണ്ട് എന്ന് എന്നെ കാണിച്ചൊരു മാതാവുണ്ടായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ടാണ് ഒരു മാതാവിൻ്റെ മാഹാത്മ്യം എന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയാനിടയായത്. ഇല്ലായ്മയിൽ കൂടെയാണ്. ഇപ്പോൾ ലാസറിൻ്റെയും ധനവാൻ്റെയും കഥ നാം പരിഗണിക്കുമ്പോൾ അവന് ഉള്ളത് കൊണ്ടാണ്, ധനവാനായ മനുഷ്യന് ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ്റെ ഗേറ്റിൽ ആരാണ്ട് കിടക്കുന്നുവെന്ന് അവൻ അറിയാതെ പോയി. ഇത് നാം പ്രത്യേകമായി മനസ്സിലാക്കണം. ഉള്ളതിൽ കൂടെ ഇല്ലായ്മയിലേക്കും, ഇല്ലായ്മയിൽ കൂടെ ഉള്ളതിലേക്കും സാധ്യമാകുന്നതിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കിടക്കുന്നതിനേക്കാൾ പ്രയാസമാണെന്ന് പറയുന്നതിൻ്റെ പ്രാവർത്തികമായ യുക്തിയുടെ അടങ്ങിയിട്ടുണ്ട്. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല, അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ നാം ഈ ധനവാൻ്റെയും മൂഢനായ ധനികൻ്റെ അനുഭവം നോക്കുമ്പോൾ അവൻ മൂഢനായി തീർന്നതിൻ്റെ കാര്യം അവന് ലഭിച്ച ഒരവസ്ഥ, അതിനെ അവൻ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അവൻ്റെ ജീവനെ അപകടത്തിലാക്കിയ മൗഢ്യത്തിലേക്ക് അവൻ അനുഗ്രഹത്തിൽ കൂടെ അപകടത്തിലേക്ക് മനുഷ്യന് വഴുതിപ്പോകുവാൻ സാധ്യമാകുമെന്നതിൻ്റെ ഒരു വലിയ താക്കീത് ഇവിടെയുണ്ട്. ഇനി ഇതിൻ്റെ അർത്ഥം, ദൈവമില്ല എന്ന മൂഢൻ പറയുന്നു, അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ വ്യക്തമാകേണ്ടതിന് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാനായിലെ കല്യാണ വിരുന്നിൽ യേശു നടത്തിയ അത്ഭുതങ്ങൾ, ആദ്യ അടയാളം, അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് സംബന്ധമായൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ആശയമല്ല ഇവിടെ ഞാൻ പ്രസ്താവിക്കാൻ പോകുന്നു. ആവർത്തനം ഉണ്ടാകുകയില്ല, ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ദൈവികമായ അന്വേഷണം നടത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ആവർത്തനത്തിൻ്റെ ആവശ്യമില്ല. എപ്പോഴും പുതുമയുടെ അനുഭവം തന്നെ ആയിരിക്കും. അത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ആഹ്ലാദം, സന്തോഷം, ആവേശം പ്രദാനം ചെയ്യുന്ന ഒരു സത്യം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യർ ദൈവമില്ല എന്ന നിർബന്ധം പിടിക്കുന്ന ഈ മൗഢ്യത്തെ മനഃപൂർവ്വം ആശ്ലേഷിക്കുന്നത് എന്നാണ് നമ്മുടെ അന്വേഷണ വിഷയം. നാം അതിൻ്റെ കാതലാഭാഗത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ്. ആ സന്ദർഭം നിങ്ങളൊന്ന് മാനസികമായി നിങ്ങളുടെ മനസ്സിലൊന്ന് സങ്കല്പിക്കൂ. ഒരു വിവാഹ സദ്യ നടക്കുകയാണ്. അവിടെ വീഞ്ഞ് തീർന്നു പോകുന്നു.
യേശുവിനെ സമീപിക്കുന്നു, യേശുവിൻ്റെ മാതാവിൽ കൂടി. ഇതാണ് സംഭവം. അപ്പോൾ അവിടെ പല സാധ്യതകളുണ്ട്. ഒന്ന്, അതൊരു ധനിക കുടുംബത്തിലെ വിവാഹ സദ്യ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും വീഞ്ഞ് തീർന്നു പോകുമായിരുന്നില്ല. അങ്ങനെ വീഞ്ഞ് സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യേശുവിൻ്റെ സാമീപ്യം അവിടെ ഉണ്ട് എന്നതുകൊണ്ട് വെള്ളം വീഞ്ഞായി എന്നൊരു അത്ഭുതം നടക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കടക്കുന്നതിന് തുല്യമാണ്. അത് യുക്തിയാണ്. അതിൻ്റെ ആവശ്യമില്ല. ധനവാന് ദൈവരാജ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ധനവാനെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യം അവൻ്റെ പേടി സ്വപ്നമാണ്. ഇന്ന് സഭകൾക്ക് വന്നിരിക്കുന്ന പ്രശ്നം അതാണ്. ദൈവരാജ്യ സങ്കല്പങ്ങളെ ഇന്ന് സഭകൾ ഭയക്കുന്നതിൻ്റെ കാര്യം സഭകൾ സമ്പന്നരാണ് എന്നുള്ളതാണ്, ധനവാന്മാരാണ്. അവരവരുടെ ആഡംബര പട്ടുമെടുത്ത് സുഖസുഷുപ്തിയിലാണ്ട് ഭൗതികമായ നേട്ടങ്ങളുടെ കൊടുമുടിയിൽ വസിക്കുമ്പോൾ ദൈവത്തെപ്പറ്റി ചിന്തിക്കുവാനോ ദൈവികമായ മർമ്മങ്ങളെ ആദരിക്കുവാനോ അനുസരിപ്പാനോ അവർക്ക് വലിയ ആവശ്യമൊന്നുമില്ല എന്ന് മാത്രമല്ല, അതൊരു അരോചകമായ കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇറ്റ്സ് എ ന്യൂസെൻസ്, ഇറ്റ്സ് എൻ ഇൻകൺവീനിയൻസ്, ഇറ്റ്സ് എ ഹിൻഡ്രൻസ്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ കാനാവിലെ കല്യാണത്തിൽ അതൊരു ധനവാൻ്റെ വിവാഹമായിരുന്നുവെങ്കിൽ, അല്ലെ ധനവാൻ്റെ മകളുടെ വിവാഹമായിരുന്നുവെങ്കിൽ അവിടെ ഇപ്രകാരം ഒരു അത്ഭുതം നടക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. 2, അത് ദരിദ്രൻ്റെ മകളുടെ വിവാഹം തന്നെയാണ് കാനായിൽ നടന്നതുപോലെ. എന്നാൽ അവിടെ ഉള്ള ആർക്കും വീഞ്ഞ് തീർന്നുപോയി എന്നത് അറിയാമെങ്കിലും വെള്ളമുണ്ട് എന്ന ചിന്ത അവിടെ വെള്ളമുണ്ട്, യാതൊരു സംശയവുമില്ല. വെള്ളം കൽഭരണിയിലല്ല, അത് നിറയ്ക്കേണ്ടത്, പക്ഷെ വെള്ളമുണ്ട്. കൽഭരണിക്ക് അപ്പുറത്ത് വെള്ളമുണ്ട്, അത് നിറച്ചാൽ മതി. കൽഭരണിയുമുണ്ട്, വെള്ളവുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതും ഇതുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ എന്ന് ഘടിപ്പിച്ച് ചിന്തിപ്പാൻ ആത്മീകമായ കണ്ണുള്ള ആരുമില്ലെങ്കിലും ഈ അത്ഭുതം നടക്കുകയില്ല. ഈ അത്ഭുതം നടക്കുന്നത് എങ്ങനെയാണ്? അവിടെ അപ്പോൾ പൊന്തി വന്ന പ്രതിസന്ധി, അതായത് വീഞ്ഞു തീർന്നു പോയെന്ന പ്രതിസന്ധി, അതുമായി സാധാരണ മനുഷ്യരുടെ കാഴ്ചപ്പാടിലോ ചിന്തയിലോ ലോക അനുഭവങ്ങളിലോ ഒരിക്കലും ബന്ധമില്ലാത്ത, എന്നാൽ പ്രകൃതിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എപ്പോഴും ബന്ധമുള്ള ഒരു പദാർത്ഥമുണ്ട്. അതിൻ്റെ പേര് വെള്ളമെന്നാണ്. ഞാൻ നിങ്ങളോട് വിനീതമായി ചോദിക്കട്ടെ, ഈ ലോകത്തിൽ വെള്ളമില്ല എങ്കിൽ ഒരു തുള്ളി വീഞ്ഞ് എവിടെയെങ്കിലും ഉണ്ടാകും? അപ്പോൾ വെള്ളമുള്ളത് കൊണ്ടാണ് വീഞ്ഞുണ്ടാകുന്നത്. അത് സൃഷ്ടികർത്താവിനറിയാം, നമുക്കറിയാമെങ്കിലും സൃഷ്ടികർത്താവിനറിയാം. വെള്ളമുണ്ടെങ്കിൽ വീഞ്ഞുണ്ടാകും. നാം എപ്പോഴും ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെയാണ് നോക്കുന്നത്, അസംസ്കൃത പദാർത്ഥത്തെ നാം നോക്കാറില്ല. പക്ഷേ അസംസ്കൃത പദാർത്ഥത്തെ ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാകത്തുള്ളൂ എന്ന അറിവുള്ളവനാണ് ബുദ്ധിമാൻ. അസംസ്കൃത പദാർത്ഥത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാത്തവനാണ് മൂഢൻ. എന്ന് മാത്രവുമല്ല, ഈ മോക്ഷത്തിന് മറ്റൊരു സ്വഭാവമുണ്ട്. അതായത് ഈ അസംസ്കൃത പദാർത്ഥത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അതിനെ മേൽത്തരമായ ഒരു ഉൽപ്പന്നമായി, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായി, മേൽത്തരമായ വിലയേറിയ ഒരു ഉൽപ്പന്നമായി ഉയർത്തുന്നതിൽ, രൂപാന്തരപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ അതിൻ്റെ രൂപാന്തരം വരുത്തി മാറ്റിയെടുക്കുന്നതിൽ ചില ദൈവികമായ മർമ്മങ്ങൾ അനിവാര്യമാണ് എന്ന് തിരിച്ചറിയാത്തവനും മൂഢനാണ്. അത് നമുക്ക് കുറച്ചൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ കർഷകനെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ആരാണ് കർഷകൻ? കർഷകൻ വിത്ത് വിതയ്ക്കുന്നു, അല്ലെങ്കിൽ കൊച്ചു ചെടികൾ നടുന്നു, ഞാറ് നടുന്നു, കപ്പത്തണ്ട് നടുന്നു. അവൻ ചെയ്യുന്നത് എന്താണ്? താനെന്ന വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടെ തനിക്ക് അതീതമായ ഘടകങ്ങൾ
സാധ്യതകൾ, ധാതുപദാർത്ഥങ്ങൾ, പോഷണങ്ങൾ, അവയുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. കൃഷിയെന്ന് പറഞ്ഞാൽ വ്യക്തിക്കതീതമായി സ്ഥിതി ചെയ്യുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൽ കൂടെ വെളിപ്പെട്ട് വരുന്ന പോഷകങ്ങളുടെ സന്തോഷത്തിൻ്റെ അനുഭവത്തിൻ്റെ പേരാണ് കൃഷി എന്നുള്ളത്. കൃഷി ചെയ്ത് വിളവെടുക്കുന്നവൻ സന്തോഷം അനുഭവിക്കുമെന്നത് കൃഷിക്കാരനെ അറിയത്തുള്ളൂ. പട്ടണത്തിൽ വസിക്കുന്നവർക്കൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ മാത്രം കാണുന്നവർക്ക്, അതായത് അസംസ്കൃത പദാർത്ഥവും മേൽത്തരമായ ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധം എന്തെന്ന് അറിയുന്നവനാണ് കർഷകൻ. ഇപ്പോൾ ഞാൻ ഞാറ് നട്ടാൽ, ഞാൻ വിത്ത് വിതച്ചാൽ, അത് പൊട്ടിമുളച്ച് അതുകൊണ്ടൊരു കൊയ്ത്തുണ്ടാകുമെന്ന് പ്രത്യാശയില്ലാത്തവൻ ഒരിക്കലും കൃഷിക്ക് പോകത്തില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ കൃഷിയില്ലാതെ പോയത്. കേരളത്തിലെ മനുഷ്യർക്ക്, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഇല്ലാത്ത കാര്യം പ്രത്യാശ എന്നുള്ളതാണ്. അതുകൊണ്ട് ആരും കൃഷിക്ക് പോകാറില്ല. എന്നാൽ കൃഷി ഒരു ആത്മീയമായ ഒരു അനുഭവമാണ്. അതിൽ കൃഷിയുടെ ആത്മീയതയെപ്പറ്റി അധിക കാര്യങ്ങൾ ഞാനിതിന് മുൻപ് ഒരു 2 വർഷത്തിന് മുൻപ് അത് സംബന്ധമായ 3-4 വീഡിയോകളിട്ടിരുന്നു. പക്ഷേ അതാരും കണ്ടില്ല. കാരണം ഇങ്ങനെയുള്ള വേറിട്ട ചിന്തകളെപ്പറ്റി കാര്യമായ താല്പര്യം മലയാളികളുടെ ഇടയിലില്ല എന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അത് വർദ്ധിച്ചു വരുന്നു എന്നത് ഞാൻ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു. അപ്പോൾ കനാലത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ, ആർക്കാണ് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ മനസ്സ് വരുന്നത്? വെള്ളത്തിൽ നിന്ന് വീഞ്ഞിലേക്കുള്ള ഒരു മുന്നേറ്റമുണ്ട്. വെള്ളത്തിൽ നിന്ന് വീഞ്ഞിലേക്കുള്ള ഒരു രൂപാന്തരത്തിൻ്റെ മുന്നേറ്റമുണ്ട്. അത് എപ്രകാരം സാധിക്കും എന്നന്വേഷിക്കുന്നവർക്കും അതിനുവേണ്ടി അധ്വാനിക്കുന്നവർക്കും മാത്രമേ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ ആത്മാർത്ഥമായി സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് നടിക്കുക മാത്രമാണ്. ഈ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ മാത്രമേ, കാരണം എന്താണ്? മനുഷ്യന് അവൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ഒരിക്കലും നേടാൻ കഴിയാത്ത ലക്ഷ്യമാണ് എന്തിൻ്റെയെങ്കിലും രൂപാന്തരം. ഇപ്പോൾ നമ്മുടെ ഇടയിൽ 2 വ്യത്യസ്തമായ ചിന്തകളുണ്ട്. ഒന്ന്, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ സ്വഭാവത്തെ മാറ്റുവാൻ സാധിക്കുമോ ഇല്ലയോ. ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും കട്ടായം പിടിക്കുന്നത് നമുക്കാർക്കും ആരെയും സ്വാധീനിക്കുവാനോ മെച്ചപ്പെടുത്തുവാനോ സാധ്യമല്ല. ഇത് വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ ബുദ്ധിയാണ് എന്ന് തോന്നുവാൻ മാത്രമേ ഇന്ന് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവരെ ഒരു വിധത്തിലും വിമർശിക്കുവാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല, കൂട്ടാക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. എന്നാൽ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ നമുക്ക് തോന്നാൻ, അതാണ് പരമമായ സത്യം എന്ന് വിശ്വസിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ രൂപാന്തരം എന്ന പ്രക്രിയയിൽ മനുഷ്യൻ അവൻ്റേതായ കഴിവ് കൊണ്ട് ഒരു % പോലും വിജയിക്കാൻ സാധ്യതയില്ല എന്ന യാഥാർത്ഥ്യത്തെ മാത്രം പരിഗണിക്കുമ്പോഴാണ്. പക്ഷേ ഈ രൂപാന്തരം എന്നത് ഒരു ആത്മീയമായ സാധ്യതയാണ്. ആ സാധ്യതയിൽ വിശ്വസിക്കാത്തവർ ഒരു വിധത്തിലും വിശ്വാസത്തിൻ്റെ പരിധിയിൽപ്പെടുന്നവരല്ല. എന്നാൽ ഇങ്ങനെ രൂപാന്തരം സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ അതിനുവേണ്ടി നിലകൊള്ളുകയും അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ അവർ തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ്? ഒരു പങ്കാളിത്തത്തിൽ കൂടെ മാത്രമേ മനുഷ്യന് ഈ ഒരു അത്ഭുതകരമായ നേട്ടം കൈവരിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതും മുന്നമേ കണ്ടുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ യഹോവ പറയുന്നതിനായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. മനുഷ്യന് ഏകനായിരിക്കുന്നത് നന്നല്ല. ഭൗതികമായ ഇഹലോകത്തിൻ്റെ അനുഭവത്തിൽ നോക്കുമ്പോൾ അതുകൊണ്ട് അവന് തക്കതായ ഒരു തുണയായി ഭാര്യയെ നൽകി എന്നവിടെ രൂപപ്പെടുത്തി. എന്നാൽ അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട മനുഷ്യനും ദൈവവുമായിട്ടൊരു പങ്കാളിത്തം, അതിൽ കൂടെ മാത്രമേ ഏത് സാഹചര്യത്തിലും രൂപാന്തരം സംഭവിക്കാം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ബുദ്ധിശൂന്യതയല്ല, ഭ്രാന്തല്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് അനുഭവവേദ്യമായി തീരുവാനും അത് നമുക്ക് വിശ്വാസം അർപ്പിക്കുവാനും സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ കാനായിലെ കല്യാണത്തിലേക്ക് നാം വീണ്ടും മടങ്ങി വരുമ്പോൾ അവിടെ കൽഭരണിയുണ്ട്, അതിനപ്പുറത്ത് വെള്ളവും ഇരിപ്പുണ്ട്, അവിടെ വീഞ്ഞില്ല. ഈ 3 ഘടകങ്ങൾ, ഇത് പരസ്പരമായി ഇത് മൂന്നിനും ബന്ധമുണ്ട്
എന്ന കാഴ്ചപ്പാടാണ് ആത്മീയത. എന്നാൽ ആ ബന്ധത്തെ പ്രാവർത്തികമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വിശ്വാസം എന്ന ആ ഒരു ആന്തരികമായ ബലമുണ്ടാകും. വിശ്വാസം എന്നത് എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ആശിക്കുന്നത് എന്താണ്? അവിടെ വീഞ്ഞുണ്ടാകണം. കാണാത്ത കാര്യം എന്താണ്? വെള്ളവും കൽഭരണിയും വീഞ്ഞിൻ്റെ അഭാവവും തമ്മിലുള്ള ബന്ധം. അതാണ് കാണാത്തത്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം സൃഷ്ടിക്കുവാൻ മനുഷ്യന് കഴിയണമെങ്കിൽ അവൻ്റെ മാനുഷികമായ കഴിവ് കൊണ്ട് മാത്രം സാധിക്കുകയില്ല. അങ്ങനെ മാനുഷികമായ കഴിവ് കൊണ്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ നിർബന്ധം പിടിക്കുന്ന ഒരുത്തിനും ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സത്യസന്ധമായിട്ടാണ്, ആത്മാർത്ഥതയോടുകൂടെയാണ് തികച്ചും ആളുകൾ പറയുന്നത് ദൈവമില്ല. അങ്ങനെയുള്ളവർ ദൈവമുണ്ട് എന്ന് അധരം കൊണ്ട് പറയുകയും എന്നാൽ ദൈവമില്ല എന്ന വിധത്തിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന കപടഭക്തിക്കാരേക്കാൾ നല്ലവരാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം അങ്ങനെയുള്ളവർ ഏതെങ്കിലും കാലത്ത് രക്ഷപ്പെട്ടു വന്നിരിക്കും. പക്ഷേ കപടഭക്തിക്കാർ അവരുടെ ഹൃദയം നാൾ കഴിയുന്തോറും കൂടുതൽ കല്ല് പോലെ കാഠിന്യം പ്രാപിച്ചിരിക്കും. ദൈവത്തിന് പോലും അവരുടെ മുമ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നാം നമ്മോട് തന്നെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് ദൃശ്യമാകുന്നത് ഒരു പക്ഷേ ഇപ്പോഴൊഴിഞ്ഞു കിടക്കുന്ന കൽഭരണികളും അല്ലെങ്കിൽ കൽഭരണിയിൽ നിറച്ചു വച്ചിരിക്കുന്ന വെള്ളം മാത്രമായിരിക്കും. കൂടിപ്പോയാൽ അത് വീഞ്ഞായി തീരുവാൻ സാധിക്കുമെന്ന് പ്രത്യാശയ്ക്ക് അല്ലെങ്കിൽ പ്രത്യാശ വെച്ചു പുലർത്തുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് ധൈര്യമുണ്ടാകുമോ? അതിന് നമ്മെ ശക്തീകരിക്കുന്ന, സഹായിക്കുന്ന വിശ്വാസം നമ്മളിലുണ്ടോ? ആ വിശ്വാസത്തിൽ കൂടെ നാം അനുഭവിക്കുന്നത് എന്താണ്? ദൈവവുമായി ഒരു പങ്കാളിത്തത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. അങ്ങനെ ദൈവവുമായി പങ്കാളിത്തത്തിലേക്ക് മനുഷ്യൻ പ്രവേശിച്ചാൽ അവിടെ അത്ഭുതം നടക്കും, സംശയമില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മോശ ദൈവവുമായുള്ള പങ്കാളിത്തത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരു വലിയ ജനത അടിമത്തത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് രൂപാന്തരപ്പെടുവാനിടയായി. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു പിഞ്ചു ബാലൻ യേശുവിനോട് സഹകരിച്ചതുകൊണ്ട് ഒരു വലിയ പുരുഷാരത്തിൻ്റെ വിശപ്പടങ്ങി. ഇത് അത്ഭുതമല്ല, ഇത് വാസ്തവത്തിൽ ദൈവരാജ്യത്തിൻ്റെ യുക്തി മാത്രമാണ്. മനുഷ്യനും ദൈവവുമായി ഏതെല്ലാം സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും പങ്കാളിത്തം പാലിച്ചിട്ടുണ്ടോ ആ സമയങ്ങളിലെല്ലാം അത്ഭുതകരമായ സാധ്യതകൾ പൊന്തി വന്നിട്ടുണ്ട്, നിസ്സംശയം. എന്നാൽ നാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ എന്താണ്? ധനവാൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ദൈവവുമായി ഒരു വിധത്തിലുള്ള പങ്കാളിത്തത്തിനും ആവശ്യം വ്യക്തിപരമായോ സഭാപരമായോ നമുക്കിന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം, നമ്മുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം, നമ്മുടെ ഏറ്റവും വലിയ പട്ടിണി. ഇതാണ്. അതുകൊണ്ടാണ് അത്തരം കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുമ്പോഴും ജീവിതം കൊണ്ട് ദൈവമില്ല എന്ന് നാം സാക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിലെ സഭയുടെ അവസ്ഥ ഇതാണ് എന്നതിനെപ്പറ്റി രണ്ട് പക്ഷമുണ്ടാകുവാൻ ഭ്രാന്തന്മാർക്കല്ലാതെ സാധ്യമല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായൊരാശയമാണ്. ഈ ജീവിതമാകുന്ന കനാന്യ വിവാഹ സദ്യയിൽ, കാനാവിലെ വിവാഹ സദ്യയിൽ വെള്ളം വീഞ്ഞാകുമോ ഇല്ലയോ? വെള്ളം വീഞ്ഞാകണമെങ്കിൽ ദൈവമുണ്ടായിരിക്കണം. മനുഷ്യരെ കൊണ്ടിത് സാധ്യമല്ല. വെള്ളം വീഞ്ഞാകാമോ? ആകും. അതാണ് വിശ്വാസം. അത് അനുഭവമാണ്. അത് അനുഭവം കൂടെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ വെള്ളം വീഞ്ഞായിട്ടുണ്ട്. നമുക്ക് അല്പമെങ്കിലും നന്ദിയോ വിനയമോ ഉണ്ടെങ്കിൽ നാം അത് സമ്മതിക്കും. നമ്മൾ ആരും ഇപ്പോൾ ആയിരിക്കുന്നത് 50 വർഷം മുൻപ് 40 വർഷം മുൻപ് നാം വിഭാവന ചെയ്ത അവസ്ഥയിലാണ്. പക്ഷേ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്ന വെള്ളം വീഞ്ഞായിട്ടുണ്ടോ ഇല്ലയോ എന്നത് നാം പരിഗണിക്കേണ്ടതാണ്. ഭൗതികമായ നമ്മുടെ ജീവിതം വെള്ളം വീഞ്ഞായിത്തീരുമ്പോൾ ആത്മീകമായ നമ്മുടെ വ്യക്തിത്വം വീഞ്ഞ് വെള്ളമായിത്തീരുന്ന പരിതാപകരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്നത്.
അതിൻ്റെ പരിണിത ഫലം വളരെ ഭീകരമാണ്. അതാണ് മൂഢനായ ആ ധനികൻ്റെ ഉപമ നമ്മെ വിളിച്ചറിയിക്കുന്നത്. ആദ്യം ആധുനിക യുഗത്തോട് ദീർഘവീക്ഷണത്തിൽ ദൈവം നൽകുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ ധനവാനായ മൂഢൻ്റെ ഉപമ. നാം എല്ലാവരും ഇപ്പോൾ ഈ മൗഢ്യത്തിൻ്റെ അവസ്ഥയാണ്. ഇത് നമ്മുടെ ജീവൻ ഒടുക്കുന്ന മൗഢ്യമാണ്. മൂഢ, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നിനക്കെന്ത് സംഭവിക്കും? അപ്പോൾ ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യൻ തിരിച്ചറിയേണ്ടത്, നിൻ്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കുവാൻ അധികാരമുള്ളൊരു ദൈവമുണ്ട്. നിൻ്റെ ജീവിതത്തെ അർത്ഥവത്താക്കുവാൻ നിന്നെ നിർദ്ദേശിക്കുവാൻ ഒരു ദൈവമില്ല എന്ന് നീ വിശ്വസിക്കുമ്പോൾ നിൻ്റെ ആത്മാവിനെ നിന്നോട് നിന്ന് ചോദിക്കുവാൻ അധികാരമുള്ളൊരു ദൈവമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ദൈവമില്ല എങ്കിലും മരണത്തിൽ ദൈവം ഉണ്ടായിരിക്കും. അതാണ് പ്രശ്നം. അത് എല്ലാവരും ഭയക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമില്ല എന്ന് പറയുന്നവർ തങ്ങൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുമ്പോൾ അതേ വിശ്വാസത്തിൻ്റെ അപകടത്തിൽ 10 പേരും കൂടെ ആയിത്തീർന്നാൽ എനിക്ക് കുറച്ചുകൂടെ സുരക്ഷിതത്വം, സെക്യൂരിറ്റി ഉണ്ടാകുമെന്ന വിധത്തിലാണ് ഒരു വലിയ മിഷണറി സ്പിരിറ്റോടുകൂടെ ആളുകൾ മറ്റുള്ളവരെ നിരീശ്വരവാദത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. ഇംഗ്ലണ്ടിൻ്റെ ബൗദ്ധിക ചരിത്രത്തിൽ, ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്, അതികായനായൊരു വ്യക്തിയായിരുന്നല്ലോ ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഇതുണ്ട്. എന്തുകൊണ്ടാണ് ഈ നിരീശ്വരവാദികൾ മിഷണറിമാരെ പോലെ മിഷണറി സ്പിരിറ്റോടുകൂടെ, സീലോടുകൂടെ മറ്റുള്ളവരെ തങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ചേർക്കുവാൻ ശ്രമിക്കുന്നത്? ബേക്കൺ പറയുന്നത് അവർ പറയുന്ന കാര്യത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ കൂടുതൽ ആളുകളെ അവർ പറയുന്ന വിശ്വാസത്തിൽ അവർ വിശ്വസിക്കാത്ത വിശ്വാസത്തിൻ്റെ വിശ്വാസികളാക്കി തീർന്നാൽ അവരുടെ അവിശ്വാസത്തിന് കുറച്ചുകൂടെ സാധൂകരണം പ്രാപിക്കാമെന്ന താല്പര്യത്തിലാണ് ഈ നിരീശ്വരവാദിയായ ആളുകൾ മറ്റുള്ള ആളുകളെ ഇതിലേക്ക് ചേർക്കുവാൻ ഇങ്ങനെ തത്രപ്പെട്ട് നടക്കുന്നത്, ഊടാടി നടക്കുന്നത് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവമുണ്ടോ ഇല്ലയോ എന്ന് മനുഷ്യന് തീരുമാനിക്കുന്നത് അത് ഏത് ഘട്ടത്തിലാണ്, ഏത് അവസ്ഥയിലാണ്? അതിന് നിർണായക ഘടകം എന്താണ്? വെള്ളമുണ്ട്, വെള്ളമായിട്ട് തന്നെ കഴിയും, ഇതിന് മറ്റൊരു സാധ്യതയുമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും സത്യസന്ധമായി ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാനോ ദൈവത്തിൽ ആശ്രയിപ്പാനോ ദൈവവുമായി പങ്കാളിത്തം പ്രാപിപ്പാനോ സാധ്യമല്ല. അതേസമയം തന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെള്ളത്തിൻ്റെ അവസ്ഥയാണ്. ഇത് വീഞ്ഞായി തീരണം, ഇത് വീഞ്ഞായി തീരാനുള്ള സാധ്യതയുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഞാൻ അനുദിനം നിലകൊള്ളും, പ്രവർത്തിക്കും എന്ന് കരുതുന്ന ആളുകൾ അവർ ഏറ്റവും ആവേശത്തോടുകൂടി അള്ളിപ്പിടിക്കുന്നത് ദൈവമെന്ന് പറയുന്ന വിശ്വാസം. ദൈവമുണ്ട്, ദൈവം എൻ്റെ പങ്കാളിയാണ്, ദൈവം എന്നെ ഈ വലിയ പങ്കാളിത്തത്തിലേക്ക് വിളിച്ചിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായി അവരുടെ ജീവന് തുല്യം വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ ആയിത്തീരും. ഇതാണ് ആത്മീയതയുടെ അടിത്തറ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയം കൂടിപ്പോയതുകൊണ്ട് മാത്രം അനുബന്ധ ചിന്തകൾ മാറ്റിവെച്ചിട്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.